ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദേവിയും ബാലനും ആ ഒരു തീരുമാനത്തിലെത്തി നിൽക്കുകയാണ്. പക്ഷെ അനിയന്മാർക്ക് ഇതൊന്നും അറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ദേവിക്ക് പോലും ഇത് അറിയില്ല കേട്ടോ, എങ്ങോട്ടാണ് ബാലൻ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന്. എങ്ങോട്ടാണെങ്കിലും ബാലനൊപ്പം ചെല്ലാമെന്നുള്ള ആ ഒരു ഒറ്റ തീരുമാനം മാത്രമേ ദേവിക്കുള്ളൂ. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം തീരുമാനമാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ അനിയന്മാരുടെ ജീവിതം, അവരുടെ സാഹചര്യങ്ങളെല്ലാം ഭദ്രമാക്കിയതിന് ശേഷം അവിടുന്ന് മാറുക എന്നുള്ളതാണ് ബാലൻ്റെ ഉള്ളിലെ ലക്ഷ്യം. അതിനുവേണ്ടി സ്വന്തം ഭാര്യയെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നേന്ന് തൊട്ട്, ആ കുടുംബത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒന്നേന്ന് തൊട്ട് ചെയ്ത് തീർക്കാനാണ് ബാലൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ബാലൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവിയും അതുപോലെ അഞ്ജുവും അങ്ങനെ കണ്ണനും എല്ലാവരും തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കണ്ണൻ്റെ അഹങ്കാരത്തിന് അഞ്ജു തക്ക മറുപടിയായിട്ട് പിന്നാലെ ഉണ്ട്. അങ്ങനെ കണ്ണൻ ഇപ്പോൾ എല്ലാത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറിയാൽ കൊള്ളാം എന്നൊക്കെയുള്ളൊരു ധാരണ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും ഇവരാരും ഇപ്പോൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവരാരും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് കണ്ണന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഭക്ഷണം കഴിക്കണമെങ്കിൽ വലിയടത്ത് വിളമ്പിത്തരണമെന്നും പറഞ്ഞ് വലിയ ഇതുമായിട്ട് വന്നിരുന്ന കണ്ണൻ്റെ മുന്നിലിരുന്ന് നല്ല നാല് ഡയലോഗുകൾ നമ്മുടെ അഞ്ചു ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടേച്ച് കണ്ണൻ അങ്ങ് എഴുന്നേറ്റ് പോയി. കണ്ണൻ എഴുന്നേറ്റ് പോയതിൻ്റെ സങ്കടം അടുക്കളയിൽ പോയി നിന്ന് ദേവി ഇങ്ങനെ പറയുമ്പോൾ അതിനുള്ള മറുപടിയും അവൻ കുറച്ച് സങ്കടപ്പെടട്ടെ എന്നും പറഞ്ഞ് അഞ്ചു അങ്ങ് കൊടുത്തു. അങ്ങനെ അഞ്ജു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ദേവി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാലൻ കടയിലാണെങ്കിൽ ശത്രുവിനോട് പറഞ്ഞ സാധനങ്ങളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഒരു 2 ചാക്ക് സാധനങ്ങളുണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ഹരി ചോദിച്ചു, ഇതെന്താ ബാലേട്ടാ, ഇതെന്തിനാ ഇത്രമാത്രം സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ എന്തിനാ ഇപ്പോൾ പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് പാക്ക് ചെയ്യിക്കുക. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാനൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശത്രു ഇങ്ങനെ പറയുമ്പം, ആണോ, ആരെങ്കിലും വിളിച്ചു പറഞ്ഞതാണോ എന്നൊക്കെ ചോദിച്ചു. ആരും വിളിച്ചു പറഞ്ഞതൊന്നും അല്ലടാ, ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്കാണെന്ന് ബാലൻ ഹരിയോട് പറയാം. നമ്മുടെ വീട്ടിലേക്കോ? നമ്മുടെ വീട്ടിലേക്ക് എന്തിനാ ഇതിന് മാത്രം സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏതായാലും എപ്പോഴാണെങ്കിലും സാധനങ്ങൾ എടുക്കണം, അപ്പോൾ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇതെല്ലാം പാക്ക് ചെയ്യിക്കുക. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇവർ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായിട്ടോ. രാത്രിയായി കഴിഞ്ഞപ്പോൾ ദേവിയും അഞ്ജു ഇവരെല്ലാവരും ഇങ്ങനെ ഉമ്മറത്ത് അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി വരുന്നത്. അങ്ങനെ ബൈക്കിന് ഇവർ രണ്ടുപേരും കൂടി 2 ചാക്ക് സാധനങ്ങൾ നിറച്ചു കൊണ്ടുവന്ന് ഉമ്മറത്ത് അങ്ങോട്ട് ഇറക്കി. എന്നിട്ട് മുറ്റത്തിറക്കിയ സാധനങ്ങൾ എടുത്തതേ അവർ തിണ്ണയിലേക്ക് കൊണ്ടുവരിക. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ എന്ത് സാധനങ്ങളാണ് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ വീട്ടു സാധനങ്ങളാണെന്ന് നമ്മുടെ ബാലൻ അഞ്ജുവിനോട് പറയാൻ ചോദിച്ചപ്പോൾ, ഇത്രയും സാധനങ്ങൾ എന്തിനാ ദേവേജി, ഈ 2-3 മാസത്തേക്കുള്ള സാധനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാലേട്ടനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിച്ചത്, ഇത്രയും വലിയ ലിസ്റ്റൊക്കെ എന്തിനാണ് ബാലേട്ടന് കൊടുത്തതെന്നൊക്കെ ചോദിച്ച് അഞ്ജു ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അഞ്ജു അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലനാണെങ്കിൽ ദേവി ഇങ്ങനെ നോക്കും. അപ്പോൾ ദേവിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ദേവിയും ഇത് കൃത്യമായിട്ട് അറിഞ്ഞതൊന്നുമല്ല. അപ്പോൾ ബാലനാണെങ്കിൽ ഹരിയും ചോദിച്ചു, ഞാനും ചോദിച്ചതാണ്. അപ്പോൾ എന്താ ഹരിയേട്ടാ ഇതെന്നൊക്കെ അഞ്ജു ചോദിച്ചപ്പോൾ ഞാനും ബാലേട്ടനോട് ചോദിച്ചതാണ് അഞ്ജു, ബാലേട്ടനാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് എന്നുള്ള കാര്യം ഹരിയും പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പം എപ്പോഴാണെങ്കിലും വീട്ടിൽ സാധനങ്ങൾ വേണമല്ലോ, പിന്നെ ഏത് നേരവും സാധനങ്ങൾ എടുക്കാനായിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻ്റെ മുഖത്തെ ആ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ബാലൻ്റെ മുഖത്തെ ആ പരുക്കമൊക്കെ ദേവി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ദേവിയോട് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാനായിട്ട് ദേവിക്ക് കഴിയുന്നില്ല. കാരണം ദേവിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ദേവിക്കറിയാം ബാലൻ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഇവർ അഞ്ജു ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അഞ്ജുവിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വെപ്രാളം കൊള്ളുക അഞ്ജുവിനുള്ള മറുപടി കൊടുക്കാനായിട്ട്. ഇവർ കിടന്നിങ്ങനെ പപ്പപ്പാ വയ്ക്കുമ്പോൾ അഞ്ജുവിന് എന്തൊക്കെയോ സംശയം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം അപ്പു എവിടെയാണെന്ന് ചോദിച്ചു ഹരി. അപ്പോൾ അപ്പു അകത്തുണ്ടെന്നുള്ള കാര്യം അഞ്ജു ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബാലൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് അകത്തേക്ക് വെക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ ഞാൻ കൊണ്ട് വെച്ചോളാമെന്ന് ദേവി പറഞ്ഞു. ഇത്രയും സാധനങ്ങളൊക്കെ ദേവെടുത്ത് തന്നെ എടുക്കുമോ, ഹരിയേട്ടൻ കൊണ്ട് വെച്ചോളൂ എന്നുള്ള രീതിയിൽ അഞ്ജു ഇങ്ങനെ പറഞ്ഞപ്പം വേണ്ട ഞാൻ കൊണ്ട് വെച്ചോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഹരി അകത്തേക്ക് കയറിപ്പോയി. അതുപോലെ തന്നെ ബാലനും അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ ദേവിയും അകത്തേക്ക് കയറിപ്പോയി. എപ്പോഴും അഞ്ജു ഇങ്ങനെ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ ശിവൻ അങ്ങോട്ടേക്ക് വന്നു. ശിവൻ വന്നിട്ട് ചോദിച്ചു, ഇതെന്ത് ഈ ചാക്കുകെട്ടിലിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഇത് വീട്ടു സാധനങ്ങളാണെന്ന് പറഞ്ഞു. വീട്ടു സാധനങ്ങളോ, ഇത്രയും സാധനങ്ങൾ എന്തിനാ? അറിയില്ല, ഇതിപ്പോൾ ബാലേട്ടൻ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക. ശിവേട്ടൻ പോയി റെഡിയായിട്ട്
കുളിയൊക്കെ കഴിഞ്ഞ് വരാൻ പറഞ്ഞ് അഞ്ചു ശിവനെയും പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മഞ്ജു ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ അഞ്ചു ആലോചനയും കാര്യങ്ങളുമായിട്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് മുറിയിലേക്ക് കയറി ചെന്ന ഹരി ഇങ്ങനെ അപ്പുവിനെ കണ്ടു. അപ്പോൾ അന്നേരം ഭയങ്കര സങ്കടത്തിൽ ആരോടും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണല്ലോ. കൊച്ചാണ് അവിടെ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ ഒന്ന് നോക്കി കുഞ്ഞിൻ്റെ അടുത്ത് എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് തലോടി കഴിഞ്ഞിട്ട് അപ്പുവിൻ്റെ അരികിലേക്ക് വന്നിരുന്നു. എന്താ ഹരി, നിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമമെന്ന് ചോദിച്ചു. എൻ്റെ മുഖത്ത് എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. അല്ല, നിൻ്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. സന്തോഷിക്കാൻ പാകത്തിന് ഒന്നും നടക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ നീ ദേവേടത്തിയോട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, അത് പിന്നെ ഹരി, നീ സംസാരിച്ചില്ലല്ലേ? അത് പിന്നെ ഞാൻ ചെന്ന് ദേവേടത്തിയോട് സംസാരിച്ച് കഴിയുമ്പോൾ ദേവേച്ചി തിരിച്ച് പ്രതികരിക്കാതിരുന്നാൽ എന്താ ചെയ്യുക? ദേവേച്ചിക്ക് അത് ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഏട്ടത്തി എങ്ങനെ പ്രതികരിച്ചാലും അതെല്ലാം സഹിക്കാനുള്ള ബാധ്യത നിനക്കില്ലേന്ന് ചോദിച്ചു. അവരുടെ മനസ്സ് കുത്തി നോവിച്ചപ്പോൾ ഇതൊന്നും ചിന്തിച്ചിരുന്നില്ലേന്ന് ചോദിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും നീ ചെന്ന് ദേവേടത്തിയോട് പറഞ്ഞു സംസാരിക്കണം, മാപ്പ് പറഞ്ഞേ പറ്റൂ അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ തറപ്പിച്ച് പറയുക. നീ ഒറ്റ ഒരാൾ കാരണമാണ് ഇപ്പം ഈ കുടുംബം ഇത്രമേൽ പ്രശ്നങ്ങളിൽ വന്ന് നിൽക്കുന്നത്. കണ്ണനുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നിസ്സാരമാണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിച്ചു. എന്തായാലും ദേവേടത്തിയോട് മാപ്പ് പറയാതെ നിനക്ക് ഞാൻ മാപ്പ് തരില്ല, അല്ലെങ്കിൽ നിന്നുമായിട്ട് ഇനി യാതൊരു ഇതും ഇല്ലെന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഹരി ഇങ്ങനെ അപ്പുവിനോട് പറയാം. അപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായി, നടുക്കടലിലായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുവിൻ്റെ അഹങ്കാരത്തിന് അത് വേണം, അത് വേറൊരു സത്യം. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അപ്പു ചെയ്തതും പറഞ്ഞതും എല്ലാം ശരി തന്നെയാണ്. മറു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മര്യാദയില്ലാതെ ദയാദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചതുപോലത്തെ ഒരു ഇത്. അങ്ങനെ രണ്ട് രീതിയിലും അപ്പുവിൻ്റെ ഇത് നമുക്ക് കണക്ക് കൂട്ടാവുന്ന ഒരു രീതിയിലാണ് അപ്പു നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ദേവിയെക്കുറിച്ചുള്ള സത്യം അപ്പു ഇങ്ങനെ ഹരിയോട് പറഞ്ഞത്, ദേവി ഇനി ഒരിക്കലും പഴയ ദേവേടത്തി ആകില്ല എന്നുള്ളൊരു സത്യം. കാരണം അങ്ങനെ ആകുന്നൊരു മാനസികാവസ്ഥയിൽ നിന്നൊക്കെ ദേവേടത്തി ഒത്തിരി മാറിപ്പോയി എന്നപ്പോൾ ഹരിയോട് പറയാം. അപ്പോൾ ഹരി ചോദിച്ചു, ഇതൊക്കെ ഇങ്ങനെ ആക്കിയത് നീയല്ലേ, അല്ലെങ്കിൽ ദേവേടത്തി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നത് നീയല്ലേ അപ്പു? നിനക്കിത് പറയാൻ യാതൊരു യോഗ്യത ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. ഹരി എന്നിട്ട് അപ്പുവിനോട് ദേവിയോട് മാപ്പ് പറയണമെന്ന് തന്നെ തർപ്പിച്ച് പറയുക. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ശിവനും അഞ്ചും കൂടെ റൂമിലിരുന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഈ സാധനങ്ങൾ കൊണ്ടുവന്നതിൽ എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട് ശിവേട്ട എന്ന് പറഞ്ഞപ്പോൾ, അതെന്താ നിനക്ക് അങ്ങനെ പന്തികേട് തോന്നാനെന്ന് ശിവൻ ചോദിച്ചു. എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി ഓരോരുത്തരെ പറഞ്ഞ് ഏൽപ്പിച്ച് ഓരോരുത്തർക്കുള്ളതെല്ലാം വീതം വെച്ച് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അവർ രണ്ടുപേരും, ദേവേച്ചിയും ബാലനും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അത് ഉറപ്പാ. അവർ ഒന്നും അങ്ങ് തുറന്നു പറയുന്നില്ല. എല്ലാം മുൻകൂട്ടി കണ്ട് ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കും ശിവേട്ട, അതിനു വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജുവും ശിവനും കൂടെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശിവനോട് അഞ്ജു പറഞ്ഞു അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ ഒരു നോട്ടം വേണം എന്നുള്ള കാര്യം. അങ്ങനെ അവർ ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാര്യം അവിടെ സംഭവിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ബാലനും ദേവിയും കൂടെ റൂമിൽ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ബാലൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ബാലൻ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഇത് എന്തിനാ ഇത്ര സാധനങ്ങൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയാം. എന്നാലും ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നത് എന്തിനാ ബാലേട്ടാന്ന് ചോദിച്ചപ്പം, ഏതായാലും നമ്മളില്ലെങ്കിലും വീട്ടിലെ സാധനങ്ങൾ അത് അങ്ങനെ തന്നെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ബാലൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ദേവിയോട് ബാലൻ പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് ദേവി. എൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം നീ ഉണ്ടാവില്ലേന്ന് ചോദിച്ചു. ബാലേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ എങ്ങോട്ട് വിളിച്ചാലും നീ എൻ്റെ കൂടെ വരില്ലേന്ന് ചോദിച്ചു. ബാലേട്ടാ എങ്ങോട്ട് പോകാനാ ബാലേട്ടൻ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അതൊരു പക്ഷേ ജീവിതത്തിലേക്കൊക്കെ ആകാം, അല്ലെങ്കിൽ വലിയ തീർത്ഥാടനത്തിനാകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ മരണത്തിലേക്കാകാം. എന്തായാലും ദേവിയുടെ ജീവിതം ബാലൻ തീർത്തു എന്നുള്ള സത്യം. അങ്ങനെ ഈ കുടുംബം ഇട്ടിട്ട് ഇവരെല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് പോകാൻ നമുക്ക് പറ്റുമോ ബാലേട്ടാന്ന് ചോദിച്ചപ്പോൾ, നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അപ്പവും കുഞ്ഞും ഈ വീട്ടിൽ സ്ഥിരമായി നിൽക്കാൻ പോകുന്നില്ല. അവളില്ലാത്ത ഈ വീട്ടിൽ, നമ്മുടെ ദേവൂട്ടി ഓടിക്കളിക്കാത്ത, ദേവൂട്ടിയുടെ ശബ്ദം കേൾക്കാത്ത ഈ വീട്ടിൽ ഒരു നിമിഷമെങ്കിലും എനിക്കോ തനിക്കോ നിൽക്കാനായിട്ട് കഴിയോടോ? നമ്മുടെ ജീവിതത്തിൽ അവളില്ലാത്തൊരു സാന്ത്വനം വീട് ചിന്തിക്കാൻ നമുക്ക് കഴിയോടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലൻ ഇങ്ങനെ നിരാശയോടെ സങ്കടത്തോടെ ദേവിയോട് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിയുടെ നെഞ്ചങ്ങൊന്ന് പിടഞ്ഞു. ദേവി പറഞ്ഞു,
ബാലേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ബാലേട്ടനെ ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ബാലേട്ടൻ്റെ ദേവി ബാലേട്ടൻ്റെ കൂടെ തന്നെ വരും. ബാലേട്ടൻ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ ബാലൻ ആ വാക്ക് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ബാലൻ ദേവിയുടെ കയ്യിൽ നിന്നും വാക്ക് വാങ്ങിക്കുകയാണ്. താൻ എങ്ങോട്ട് വിളിച്ചാലും തൻ്റെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് ദേവി ഇറങ്ങി വരണം എന്നല്ല, അല്ലെങ്കിൽ വരും എന്നുള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യമൊക്കെ സംസാരിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള സംസാരങ്ങളും ധാരണകളും കാര്യങ്ങളും ഒന്നും വേറെ ആർക്കും അറിയില്ല. പക്ഷേ അഞ്ജുവിന് ഇവരുടെ ഓരോ നീക്കങ്ങളും ചെറിയ ചെറിയ സംശയങ്ങളായിട്ട് ഇങ്ങനെ മാറി അത് തോന്നുന്നുണ്ട്. കാരണം അഞ്ജു ഇവരെ ശരിക്കും മനസ്സിലാക്കി എന്ന് വേണം അതുകൊണ്ട് അർത്ഥമാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.